ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടിപ്സ്. ഇന്ന് നമുക്ക് സൺഡേ ബ്രേക്ക്ഫാസ്റ്റ് അരി ഒഴിവാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. ഇന്ന് നമ്മളിവിടെ ഒരു ഉഴുന്നുവടയാണ് തയ്യാറാക്കുന്നത്. ഉഴുന്നുവടയും ചമ്മന്തി നല്ല ഒരു കോമ്പിനേഷനാണ്. ചമ്മന്തിയോട് കൂടി ഉഴുന്നുവട കഴിക്കുമ്പോഴാണ് അതിന് പ്രത്യേക ടേസ്റ്റ്. നമുക്കത് എങ്ങനെ ചെയ്ത് നോക്കിയാലോ. ആദ്യം നമുക്ക് ചമ്മന്തി തയ്യാറാക്കി വയ്ക്കാം. നമുക്ക് വെള്ള ചമ്മന്തിയാണ് നല്ലത്. കുറച്ച് ചെറിയ ഉള്ളിയും ഉപ്പും പച്ചമുളകും ചേർത്ത് നമുക്ക് തേങ്ങ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. നമുക്കൊന്ന് കടുവും തളിക്കണം. അതിനുശേഷം നമുക്ക് ഉഴുന്നുമാവ് അരച്ചെടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതും പച്ചമുളകും നമുക്ക് കുറച്ച് സവാളയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും ചേർത്ത് നമുക്ക് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഗ്രൈൻഡറിൽ അരയ്ക്കുമ്പോഴാണ് ഉഴുന്നത് നല്ല സോഫ്റ്റായിട്ട് വരുന്നത്. മിക്സിയിലും അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നല്ലപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കണം. എല്ലാം ഒന്ന് കുഴച്ചെടുക്കാം. കുറച്ച് കരിവേപ്പിലയൊക്കെ ചേർത്ത് കായപ്പൊടിയും ചേർത്ത് ഉപ്പുമൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് നമുക്ക് ആ സവാളയൊക്കെ നല്ലപോലെ ഇളക്കി നല്ലപോലെ കൈ വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ആദ്യം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ വെച്ച് നല്ലപോലെ ഞെരടി ഒന്ന് കുഴച്ചെടുക്കണം. കുറച്ച് നമ്മൾ കുരുമുളക് പൊടിയും കൂടി ചതച്ച പൊടി ചേർക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ലൂസായിട്ടുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്താൽ മതി. നമ്മളിത് അരി ഒഴിവാക്കിയുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അധികം അരി ചേർക്കേണ്ടതില്ല. ഇത് വറുത്ത അരിപ്പൊടിയാണ്. ഒരു ശകലം കൂടെ അരിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് മീൻ വട തയ്യാറാക്കാം. നമുക്കിവിടെ വെളിച്ചെണ്ണയിലാണ് വട തയ്യാറാക്കുന്നത്. ഏതെണ്ണ വേണമെങ്കിലും തയ്യാറാക്കാം. നമുക്ക് ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ അരച്ചെടുക്കണം. നമുക്കിനി കടുവും തളിക്കാം. കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്ത് നമുക്ക് കടുവും തളിച്ചെടുക്കാം. പച്ചമുളകിൻ്റെ എരി മാത്രമേ ഉള്ളൂ. അങ്ങനെ കടുവും തളിച്ച് നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. നല്ല പച്ച തേങ്ങ വെച്ചിട്ട് വേണം അരയ്ക്കാൻ. അപ്പോഴായിരിക്കും ചമ്മന്തിക്ക് വളരെ ടേസ്റ്റ് തോന്നിക്കുന്നത്. നമുക്കിനിയും വടയും ചുട്ടെടുക്കാം. അങ്ങനെ എണ്ണയെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഉഴുന്നുവട ചെയ്തെടുക്കാം. നല്ലപോലെ കുഴച്ച് നമുക്ക് അത്ര എക്സ്പീരിയൻസ് എപ്പോഴും ചെയ്യാത്തതുകൊണ്ട് അത്ര എക്സ്പീരിയൻസ് കാണത്തില്ല. എന്നാലും നമുക്കറിയാവുന്ന പോലെ നമുക്ക് വട ചുട്ടെടുക്കാം. എപ്പോഴായാലും കുറച്ച് അരിപ്പൊടി ചേർത്തെങ്കിലേ നമുക്ക് ഉഴുന്നുവട ശരിയായി വരികയുള്ളൂ. അല്ലെങ്കിൽ ഉഴുന്ന് തന്നെയാണെങ്കിലും കുറച്ചൊരു കയ്പ്പ് രസം തോന്നിക്കും. നമുക്ക് അരിപ്പൊടി ചേർക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് തോന്നിക്കുന്നത്. മൈദാമാവും പലരും ചേർക്കുന്നുണ്ട്. ഇത് അലർജി ഉള്ളവർക്ക് മൈദാമാവ് ചേർക്കണമെന്നില്ല, അരിപ്പൊടി ചേർത്താലും മതിയാകും. പലരും ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെ ഉഴുന്നുവട തയ്യാറാക്കത്തില്ല. നമ്മളിങ്ങനെയുള്ളതും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കാം. അതും വളരെ ടേസ്റ്റാണ്. പാലൊക്കെ അലർജിയുള്ള കുട്ടികൾ നമ്മൾ ചായ കൊടുക്കാറില്ല. മുതിർന്നവർക്ക് ചായയും കൂട്ടി വട കഴിക്കാം. കൊച്ചു കുട്ടികൾക്ക് നമ്മളിത് കൊടുത്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ജ്യൂസും കൊടുക്കാം. നമ്മുടെ ഇങ്ങനെ വട എല്ലാം മൂത്ത് വരുന്നുണ്ട്, നല്ല മുരിഞ്ഞ് വരുന്നുണ്ട്. നമ്മൾ ടൈറ്റായിട്ട് വേണം ഉഴുന്ന് മാവ് അരച്ചെടുക്കാൻ, വെള്ളം ഒട്ടും ചേർക്കാതെ. എന്നിരുന്നാലും കുറച്ച് വെള്ളമയം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ടൈറ്റാകാൻ വേണ്ടി അരിപ്പൊടി ചേർക്കണം. അധികം അരിപ്പൊടി ചേർത്താലും ഇത്രയും നല്ലപോലെ മുരിഞ്ഞ് വരികയില്ല, ഇത്രയും പൊങ്ങി വരികയില്ല. അതുകൊണ്ട് നമ്മൾ 1-2 സ്പൂൺ അരിപ്പൊടി ചേർത്താൽ മതിയാവും. അങ്ങനെ നമ്മുടെ വടയും ചമ്മന്തിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആ ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കണം. ആ ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കണം. എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.